മത്തി ഫാൻസ് ആയിട്ടുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമായിട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. സാധാരണ നമ്മൾ മസാല പെരക്കിയെല്ലാം വെച്ചിട്ടില്ലേ മത്തി പൊരിക്കുക, ഇത് നമുക്ക് ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുന്നേ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്റ്റൗ ഓൺ ചെയ്തതിന് മുന്നേ കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയെല്ലാം കുറച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റൗ ഓൺ ചെയ്തതിന് മുന്നേ മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് സ്റ്റൗ ഓൺ ചെയ്ത് മുളക് പൊടിയിൽ അത്യാവശ്യം ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 4-5 ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയുടെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം 1 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. അത് ഒരു ഭാഗം പൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിടുമ്പോൾ മറ്റേ ഭാഗത്തും കൂടി മസാല പിടിക്കും. അപ്പോൾ എല്ലാം കൂടി നിരത്തി വെച്ച് കൊടുക്കുക. മിനിറ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് എല്ലാം മത്തി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 ഭാഗത്തും മസാല നല്ലോണം പിടിക്കും. ഒരു ഭാഗം നല്ലോണം വെന്തതിന് ശേഷം മത്തി മറിച്ചിട്ട് കൊടുത്തിട്ട് മറുഭാഗം കൂടി നല്ലോണം വേവിച്ചെടുക്കുക. ഈ മുളകിട്ട് വറ്റിച്ച മത്തിയിലെടുത്ത് പൊരിച്ച് കഴിക്കൂലേ, അങ്ങനെയൊരു ടേസ്റ്റ് ആട്ടോ ഇതിന്. ഈ പുളിയെല്ലാം നല്ലോണം പിടിച്ച് നല്ല നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ വെറൈറ്റി മത്തി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, കിടിലനാണ്, ഇഷ്ടപ്പെടും.